വിഴിഞ്ഞത്ത് മോഷണ നാടകം നടത്തിയ വീട്ടുടമ പോലീസ് കസ്റ്റഡിയിലായി. വെങ്ങാനൂർ സ്വദേശി മനോജാണ് വിഴിഞ്ഞം പോലീസിന്റെ പിടിയിലായത്. തിങ്കളാഴ്ച രാത്രി വീട്ടിൽ നിന്നും 7 പവൻ സ്വർണവും 15,000 രൂപയും മോഷണം പോയി എന്നായിരുന്നു മനോജിന്റെ പരാതി. പരിശോധനയിൽ സംശയം തോന്നിയ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പരാതി കള്ളമാണെന്ന് തെളിഞ്ഞു. മകളുടെ സ്വർണം പണയം വെച്ചത് അറിയാതിരിക്കാൻ നടത്തിയ നാടകമെന്നാണ് മനോജിന്റെ മൊഴി. സംഭവം നടന്നപ്പോൾ മനോജ് പറഞ്ഞത് കേൾക്കാം. കയറിയെന്ന് പറയുമ്പോൾ ബാക്ക് ഡോറ് കമ്പി ഇറക്കാൻ കയറിയിരിക്കുന്നത്. പക്ഷേ ബാക്ക് ഡോറ് തുറന്നാണ് കിടന്നത്. പക്ഷേ ഇത് ഡോറ് ഞാൻ കുത്തിയിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ല. കാര്യം എനിക്ക് ഒരു മുമ്പ് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. മുട്ടടത്തിന് മുകളിൽ കുഞ്ഞിരിക്കും കയറുമ്പോഴേ തിരിച്ച് ആ ഡോർ അടക്കാൻ ഇറങ്ങി തിരിച്ച് സ്റ്റാൻഡിൽ പോയി വീണ്ടും തിരിച്ചു വരും. പോയത് ഒരു 7 പോയിന്റ് ഉരുപ്പടിയും പിന്നെ ഒരു 15,000 രൂപയും. അശ്വിൻ ഡിയേക്കോ വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ വീട്ടുകാരറിയാതെ മകളുടെ സ്വർണം പണയം വെക്കുക, അതിനുശേഷം അത് മോഷണമാണെന്ന് പറയുക, ഇതാണോ സംഭവിച്ചത്? പോലീസ് എങ്ങനെയാണ് ഈ കള്ളം പിടിച്ചത് അശ്വിൻ? സ്മൃതി, തീർച്ചയായും സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ മോഷണം നടക്കുന്നത് എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. വെങ്ങാനൂർ മുടുപ്പുര സ്കൂളിന് സമീപത്തെ വീട്ടിൽ രാത്രി ജനൽ കമ്പികൾ അറുത്ത ശേഷം കള്ളനകത്ത് കയറി 15,000 രൂപയും 7 പവൻ സ്വർണവും കവർന്നു എന്നുള്ളതാണ് വീട്ടുടമസ്ഥനായ വെങ്ങാനൂർ സ്വദേശി മനോജിന്റെ പരാതിയിൽ ഉണ്ടായിരുന്നത്. വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. ഈ പരിശോധനയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ചെറിയ അസ്വാഭാവികത തോന്നുന്നു. കാരണം ഈ കമ്പി മുറിച്ചിട്ടുള്ളത് വീടിനകത്ത് തന്നെയാണ് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാകുന്നു. തുടർന്ന് ഫോറൻസിക് സംഘമടക്കം പരിശോധന നടത്തിയപ്പോഴും പുറത്തുനിന്ന് ഒരാൾ അകത്തേക്ക് വന്ന് മോഷണം നടത്തിയതായി എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സംശയത്തെ തുടർന്ന് വീട്ടുടമസ്ഥനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് വിഴിഞ്ഞം പോലീസിന് ഈ ചുരുൾ അഴിക്കാൻ സാധിച്ചിട്ടുള്ളത്. കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നുള്ള കാര്യം പോലീസിന് അപ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മനോജ് തന്റെ മകളുടെ പാദസരം എടുത്ത് പണയം വെച്ചിരുന്നു. ഇത് വീട്ടുകാർ അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മോഷണ നാടകം തന്നെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ ഇത് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചു ദിവസം മുമ്പാണ് ഇത്തരത്തിൽ മകളുടെ പാദസരം എടുത്ത് കൊണ്ടുപോയി ഇയാൾ പണയം വെച്ചത്. അത് വീട്ടുകാർ അറിയാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലവിലിപ്പോൾ മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാൾ ഒന്ന് വ്യാജമായ പരാതി നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിശദമായി തന്നെ ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. സ്മൃതി. ശരി, അശ്വിൻ ഡിയേഗോ ആണ് വിവരങ്ങൾ നൽകിയത്.